ഹലോ മഞ്ജുതീസ്. അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇക്കാൻ്റെ മഞ്ജുതിയുടെ പുതിയൊരു ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി 2-3 വീഡിയോ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ മീറ്റിങ്ങിനെ കുറിച്ച് കുറേ പേര് ഇപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. എന്നല്ലേ, അപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റ് റീസെല്ലർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ്. അഥവാ ഒരു ഹോൾസെയിൽ ഹബ്ബ് പോലെയാണ് അത് പ്രവർത്തിക്കുക. അതും പക്ക ലേഡീസിന് വേണ്ടിയിട്ടാണ് ആ ഔട്ട്ലെറ്റ് ഉള്ളത്. അപ്പോൾ അതിൽ കുറേ ആൾക്കാർ ഓൾറെഡി റീസെല്ലേഴ്സ് ഉണ്ട് ഇതിൽ. ഇപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ആരും തന്നെ സ്കിപ്പ് ചെയ്യരുത്. നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി ഇപ്പോൾ എന്നെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം ഞാൻ വീട്ടിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. കൊറോണ ടൈമിൽ പാർലർ പൂട്ടേണ്ടി വന്നു. പൂട്ടിയ സമയത്ത് വലിയ ഏണിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായി. ഗൾഫിൽ നിന്ന് വന്ന് വല്ലാത്ത സീനായിരിക്കുമ്പോഴാണ് ഞാൻ അങ്ങനെ കോഴിക്കോട് കുറച്ച് പീസുകൾ കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ട് സെല്ലാക്കി തുടങ്ങിയത്. എനിക്കത് നല്ലൊരു ആശ്വാസ മാർഗ്ഗമായിരുന്നു. ഒരു 2 കൊല്ലം അങ്ങനെ ഞാൻ സെയിലാക്കിയ ശേഷമാണ് ഇങ്ങനെ ഒരു പാർലറും ഇങ്ങനെ ഒരു ഡ്രസ്സും ഇങ്ങനെ വെച്ചാലോ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെ ഒരു ഷോപ്പ് ഇങ്ങനെ എടുക്കുകയും ഇതൊന്നും ഞാൻ സ്റ്റാർട്ട് ചെയ്യും. മഞ്ജുതി ബ്രാൻഡ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തീമായിട്ട് കൊണ്ടുവന്നത് നമ്മളൊരു പാർലർ സിസ്റ്റവും ബ്രൈഡിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ വേണം. അഥവാ രണ്ട് ലഹങ്ക അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ വെച്ചിരുന്നെങ്കിലും പാർട്ടി വെയർ അത്യാവശ്യം കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ കസ്റ്റമർ കയറുമ്പോൾ അവരുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് അവർ പറയുന്നതിനനുസരിച്ച് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ഈ കാണുന്ന കട ഇതിങ്ങനെ ആയി തീർന്നത്. ഇതിങ്ങനെ ആകാൻ ഒരു 2.5 വർഷം എടുത്തു എനിക്ക്. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ നേരത്തെ ഇതേ ഓഫറിലായിരുന്നു കൊടുത്തിരുന്നത്. ആരും തന്നെ അറിഞ്ഞിരുന്നില്ല. ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഒരു കണ്ടന്റ് കയറി ക്ലിക്ക് ആയതോടെയാണ് നമ്മുടെ ഷോപ്പ് 4 പേര് അറിയാൻ തുടങ്ങിയതും നിങ്ങൾ ഏറ്റുപിടിച്ചത്. ഓക്കെ, അപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു തോട്ടാണ് അന്ന് മുതൽ തന്നെ കൂടെ കൊണ്ട് നടക്കുന്ന ഒരു ആഗ്രഹമാണ് നിറയെ പേർക്ക് ജോലി കൊടുക്കണം എന്നുള്ള ഒരു തീം. അപ്പോൾ അത് നമുക്ക് പ്രാബല്യത്തിലാക്കാൻ എനിക്ക് ഇപ്പോൾ തോന്നിയൊരു ബിസിനസ് ആശയമാണ്. നേരത്തെ ഞാൻ കൊണ്ടുപോയിരുന്നു, പക്ഷേ അതെനിക്ക് ചില ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടും കറക്റ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബിസിനസ് പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ നമ്മൾ നല്ല പക്ക പ്ലാനിങ്ങോടുകൂടി അതിന് നല്ലൊരു സിസ്റ്റം ആക്കിക്കൊണ്ട് നമ്മൾ വീണ്ടും അത് റീ ഓപ്പണിംഗ് ചെയ്തുകൊണ്ട് ഇക്കാന്റെ മഞ്ജുതിയുടെ 2ാമത്തെ ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്, നിങ്ങൾ ഈ ടീമിൽ ജോയിൻ ചെയ്ത അഥവാ ഇക്കാന്റെ മഞ്ജുതിയുടെ ഈ ടീമിൽ ജോയിൻ ചെയ്ത എന്തെല്ലാമാണ് ബെനിഫിറ്റ് വരുന്നത്, നിങ്ങൾക്ക് അതുകൊണ്ടുണ്ടാകുന്ന ലാഭവും നേട്ടങ്ങളും എന്താണ്, നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ആ മീറ്റിംഗിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പുറത്തൊരു ജോലിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ, ലേഡീസിനെ സംബന്ധിച്ചോളം പുറത്തൊരു ജോലിക്ക് പോകണമെങ്കിൽ നമുക്ക് പ്രാരബ്ധം കൂടുതലാണ്. ആണുങ്ങളെ പോലെയല്ല, ആണുങ്ങളെ കുറ്റം പറയില്ല. ഞങ്ങൾക്ക് വീട്ടിൽ ജോലിയും മക്കളുടെ കാര്യങ്ങളും വയസ്സായ വീട്ടിലുണ്ടാവുന്നവരുടെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് പുറത്തിറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ കാലത്ത് കുട്ടികളുടെ അല്ല ഞാൻ പറയുന്നത്, നമ്മൾ കല്യാണം കഴിഞ്ഞ് മക്കളും കുട്ടിയോടെ ഇരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് എല്ലാത്തിനും ടൈം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് അവർക്ക് ഒന്നും തന്നെ ഒരു ഏണിംഗ് കിട്ടാനുള്ള മാർഗ്ഗത്തിന് വേണ്ടി അവർ പലരും 10 രൂപ അടുത്ത് കൈ നീട്ടരുതെന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളാണ് കൂടുതൽ പേരും. അത് ഞാൻ ഈ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. 100 ആൾക്കാരാണ് എൻ്റെ ഗ്രൂപ്പിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എത്ര പേർക്ക് ജോലി വേണമെന്നുള്ളത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ടന്റ്. അപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ടൈം 9 to 5 ആയിരിക്കും. അതിലുള്ളത് തുച്ഛമായ പെണ്ണുങ്ങൾക്കുള്ള വരുമാനം, ആ വരുമാനത്തിനനുസരിച്ചായിരിക്കും ഏണിംഗ്, തുച്ഛമായ ക്യാഷ് ആയിരിക്കും. മാത്രമല്ല നമ്മുടെ എഫേർട്ട് അധികമാണ്. രണ്ടാമത് നമ്മൾ എങ്ങനെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുകയാണെന്ന് വെച്ചാലും അതിനും ടൈം കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നമ്മളുടെ ഇതിലേക്ക് നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അഥവാ നമ്മുടെ പദ്ധതിയിൽ നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുടെ കാര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ടുള്ള സമയം മതി നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്യാനായിട്ട്. കൂടെ കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ടീമും ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതിന്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് തീർച്ചയായിട്ടും വരണോ ചോദിച്ചാൽ വരണം, മീറ്റിംഗിൽ പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മീറ്റിംഗിൽ കാണാം. ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും കട്ട സപ്പോർട്ടായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും മീറ്റിംഗിൽ നമുക്ക് കാണാം. നമ്മുടെ മീറ്റിംഗ് വരുന്നത് ഈ വരുന്ന ബുധനാഴ്ച 24-ാം തീയതി കമ്മ്യൂണിറ്റി ഹാളിൽ, കത്തമംഗലം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ്. മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മീറ്റിംഗിൽ കാണാം.